നമസ്കാരം. ഇനി 1.5 വർഷം കൂടി മാത്രമേ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ ബാക്കിയുള്ളൂ. മറ്റൊരു വട്ടം കൂടി പിണറായി അധികാരത്തിൽ വരും എന്ന ഭയം ആർക്കുമില്ല. ന്യൂനപക്ഷ പ്രീണനമായിരുന്നു പിണറായിയുടെ തുറുപ്പ് ചീട്ട്. അത് നശിച്ചുപോയി. ഇനിയിപ്പോൾ ഭൂരിപക്ഷ പ്രീണനം കയ്യിലെടുത്താലും അത് വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ പിണറായിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും പുറത്തേക്ക് എന്ന് വ്യക്തമാണ്. 1.5 കൊല്ലം കൊണ്ട് ഇനി ചില നമ്പറുകളൊക്കെ ഇറക്കി പിണറായി രംഗത്ത് വരാം. പക്ഷെ പാർട്ടി നേതാക്കളും പാർട്ടി അണികളും പോലും പിണറായിക്കും മരുമകനുമെതിരെ രംഗത്തുള്ളപ്പോൾ എന്തെല്ലാം തുറുപ്പ് ചീട്ടെടുത്താലും അത് ഗുണമുണ്ടാക്കില്ല. ഇനി വരുന്ന 1.5 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്സ് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാനുള്ള നീക്കം നടത്തുകയാണ് പിണറായിയും CPM-ഉം. ഒരു വികസന പ്രവർത്തനവും അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ല. 5 കൊല്ലം ഉമ്മൻചാണ്ടി ഈ നാട് ഭരിച്ചപ്പോൾ പോർട്ട് മുതൽ എയർപോർട്ട് വരെ അനേകം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൊണ്ടുവന്നു. പിണറായി സർക്കാർ അതിൽ ചിലതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതല്ലാതെ ഒരൊറ്റ പദ്ധതിക്ക് പോലും തുടക്കമിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങുക എന്നതിനപ്പുറം വലിയ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ കമ്മീഷൻ കൈപ്പറ്റുക എന്നത് മാത്രമായിരുന്നു ഈ സർക്കാരിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് ഒരു പദ്ധതിയും സർക്കാരിൻ്റെതായി ചൂണ്ടിക്കാട്ടാനില്ല. ഭരണത്തിൽ ഇനി അധികകാലം ബാക്കിയില്ലാത്തത് കൊണ്ട് കടും വെട്ടും ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് സ്മാർട്ട് സിറ്റിയുടെ കരാർ റദ്ദ് ചെയ്ത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഒരുങ്ങുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കണം. അതിനുള്ള പല അഭ്യാസങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുത്ത് ഇത് പിണറായി വിജയൻ പോക്കറ്റിൽ നിന്നെടുത്ത പണമാണ് എന്ന തരത്തിൽ കുറച്ച് പാവങ്ങളുടെ വോട്ട് പിടിക്കാം എന്ന വിശ്വാസമുണ്ട്. എന്നാൽ അത് പോരാ. ഈ സർക്കാർ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഉണ്ടാകും. അതിനുള്ള ഉത്തരം കാത്തുവച്ചിരിക്കുന്നത് മോദി കേരളത്തിന് വേണ്ടി ചെയ്യുന്ന പദ്ധതികളാണ്. ദേശീയപാത 66 അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കളിയിക്കാവിള വരെ നീളുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ ആ പാത പൂർത്തിയായാൽ അതിന് ക്രെഡിറ്റ് എടുക്കാൻ കഴിയുമെന്ന വിശ്വാസം പിണറായിക്കുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ പിണറായിയും മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയും ദേശീയപാത നിർമ്മാണം വിലയിരുത്താൻ ചെല്ലുന്നത്. എന്നിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിപ്പോൾ പൂർത്തിയാകും എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. 2026 മാർച്ചോടുകൂടി അത് പൂർത്തിയാകണം എന്നാണ് പിണറായിയുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതാ കേരളത്തെ ഞങ്ങൾ പറുദീസയാക്കി മാറ്റിയിരിക്കുന്നത് അവകാശപ്പെടാൻ കഴിയൂ. പക്ഷേ ഇവിടെ മണ്ണ് കിട്ടാനില്ലാത്തത് കൊണ്ട് ആ പറയുന്ന കാലാവധിയിൽ അത് തീരില്ല എന്ന സാഹചര്യമുണ്ടായി. 3 കോടി ഘനമീറ്റർ മണ്ണാണ് ദേശീയപാത നിർമ്മാണത്തിന് കേരളത്തിൽ മാത്രം ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ഇതുവരെ 1.25 കോടി ഘനമീറ്റർ മണ്ണ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മണ്ണിന്റെ ക്ഷാമം മൂലമാണ് ദേശീയപാത നിർമ്മാണം പലയിടങ്ങളിലും മെല്ലെ പോകുന്നത്. വലിയ ഉയരത്തിൽ ഇരുവശവും കെട്ടിപ്പൊക്കി കോടിക്കണക്കിന് ടൺ മണ്ണ് കൊണ്ട് നിറച്ച് അത് ഇടിച്ചിടിച്ചുറപ്പിച്ചാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നത്. എന്നാൽ മണ്ണെടുക്കാൻ കേരളത്തിലില്ല. അതുതന്നെയാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആവശ്യത്തിലധികം പണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ മണ്ണില്ലാത്തത് കൊണ്ട്, പ്രകൃതി വിഭവങ്ങളില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. 1 കിലോമീറ്റർ ദൂരം സ്ഥലമേറ്റെടുക്കാൻ ഏതാണ്ട് 50 കോടിയോളം രൂപ ചെലവാകും. അതുകൊണ്ട് അതിന് പകുതി തരാം എന്നായിരുന്നു നിർമ്മാണം തുടങ്ങുമ്പോൾ കേരളം പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായി 5000 കോടി രൂപ കൈമാറുകയും ചെയ്തു. എന്നാൽ പണി പുരോഗമിച്ച് മുമ്പോട്ട് പോയപ്പോൾ കേരളം കാലുവാരി. ഞങ്ങൾക്ക് 50% തരാൻ കഴിയില്ല, 25% തരാം എന്നായിരുന്നു വാദഗതി. അതിൽ തട്ടിയായിരുന്നു ദേശീയപാത വികസനം മുരടിച്ച് നിന്നത്. കേരളം സ്ഥലം ഏറ്റെടുക്കാൻ സഹകരിക്കുന്നുമില്ല. അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമിയുടെ വിലയും കൊടുക്കുന്നില്ല. 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ കേരളത്തിൽ 100 കോടിയിലേറെ രൂപയാണ് ചെലവാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പകുതി മാത്രമേ ചെലവുള്ളൂ എന്ന് ഓർക്കണം. അങ്ങനെ കേരളം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയോ അതിന് വീതമായി കൊടുക്കാമെന്ന് സംബന്ധിച്ച സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ആകെ ചെലവിന്റെ 25% കൊടുക്കാതിരിക്കുകയും ചെയ്തതോടെ ദേശീയപാത നിർമ്മാണം മന്ദഗതിയിലായി. പിണറായിക്ക് ചങ്കിടിച്ചു. 2026 മാർച്ചിന് മുമ്പ് ഈ പണി പൂർത്തിയായില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും കാണിക്കാനില്ല. മോദിയുടെ ചെലവിൽ വോട്ട് പിടിക്കാൻ പിണറായി എടുത്ത ഏക നമ്പർ ഈ ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ പിണറായി ആകെ അങ്കലാപ്പിലായി. ദേശീയപാത 2026 മാർച്ചിന് മുമ്പെങ്കിലും തീർന്നില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. എല്ലാവർക്കും കർശന നിർദ്ദേശം കൊടുത്തു. തടസ്സങ്ങളൊക്കെ മാറ്റി അടിയന്തരമായി മാർച്ചിന് മുമ്പ് തീർക്കണമെന്ന്. ഈ വാർത്ത ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുക മോദിയല്ല പിണറായിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത് എന്നാണ്.
അത് തന്നെയാണ് പിണറായിയുടെ ലക്ഷ്യവും. എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്ന ചെലവിന്റെ 4/1 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തില്ലല്ലോ. ഒടുവിൽ അക്കാര്യത്തിലും ധാരണയായിരിക്കുന്നു. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്ന ചെലവ് മൊത്തം വഹിച്ചോളാം എന്ന് മോദി സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞത് മുഴുവൻ ചെലവും ഞങ്ങൾ എടുക്കാൻ പോകുന്നു. പകരം കേരളം റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റിന്റെ GSTയും മണലിന്റെയും മറ്റു ഉപകരണങ്ങളുടെയും റോയൽറ്റിയും ഒഴിവാക്കി തരണമെന്നാണ്. സിമന്റിന് 18% GST, അതിൽ 9% സംസ്ഥാനത്തിൻ്റെതാണ്. ആ GST ഒഴിവാക്കി കൊടുക്കാം എന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. അതായത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി വാങ്ങുന്ന ഓരോ ചാക്ക് സിമന്റിന്റെയും വിലയുടെ 9% സംസ്ഥാന ഖജനാവിൽ വരേണ്ടതാണ്. അത് വേണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കുന്ന മണ്ണിന്റെയും മണലിന്റെയും റോയൽറ്റി സർക്കാരിന് കിട്ടേണ്ടതാണ്. അതൊഴിവാക്കാം. അത് മാത്രമായിരിക്കും സർക്കാരിന്റെ ബാധ്യത. അതായത് സ്ഥലം ഏറ്റെടുപ്പിന് ചെലവ് പോലും കേന്ദ്ര സർക്കാർ കൊടുക്കും. കേരളം ആകപ്പാടെ ചെയ്യേണ്ടത് മണ്ണിന്റെയും മണലിന്റെയും റോയൽറ്റിയും SGSTയും ഒഴിവാക്കി കൊടുക്കുക മാത്രമാണ്. 1 രൂപ പോലും മുടക്കാതെ പിണറായി വോട്ടുറപ്പിക്കാൻ പുതിയ കുതന്ത്രവുമായി രംഗത്ത് വരുന്നതാണിത്. ഈ തീരുമാനമായതോടെ ഇനി വേഗതയിൽ റോഡ് നിർമ്മാണം നടക്കും. റോഡ് പൂർത്തിയായി കഴിയുമ്പോൾ 1 രൂപ പോലും കൊടുത്തില്ലെങ്കിലും പറയും പിണറായിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ ദേശീയപാത നിർമ്മാണം പൂർത്തിയായതെന്ന്. അതെങ്കിലും ചൂണ്ടിക്കാട്ടാതെ ജനങ്ങൾക്ക് മുമ്പിലെത്താൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് പിണറായി എങ്ങനെയെങ്കിലും വയറ്റിപ്പിടിപ്പ് നടത്തി പോവട്ടെ എന്നാണ് BJP-ക്കാർ പോലും പറയുന്നത്.